ഞാൻ സിസ്റ്റർ ലിസി ചക്കാലക്കൽ, തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഈ ഞങ്ങളുടെ വിദ്യാലയത്തെ ഞങ്ങൾ സമൂഹ സൗഹൃദ വിദ്യാലയം എന്നാണ് വിളിക്കുന്നത്. സോഷ്യോ ഫ്രണ്ട്ലി സ്കൂൾ. സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെയുള്ള സമഗ്ര വികസനം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമൂഹ സൗഹൃദ വിദ്യാലയം നിലനിൽക്കുന്നത്. ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി FMM സന്യാസ സഭയാണ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ സമഗ്ര വികസനമാണ്. വ്യക്തിയുടെ സമഗ്ര വികസനത്തിൽ കൂടെ കുടുംബങ്ങളുടെ സമഗ്ര വികസനം, അതിലൂടെ നമ്മൾ സമൂഹത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നു. അതായത് ഇൻഡിവിജ്വൽ എംപവർമെൻറ്റ്, ഫാമിലി എംപവർമെൻറ്റ് ആൻഡ് സോഷ്യൽ എംപവർമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേക ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. കാരണം കുട്ടികൾ വരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ പോയിന്റിൽ നിന്നും ഞങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷൻ ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്കൂളുകൾ സ്മാർട്ടാക്കുന്നു, എല്ലാ സാഹചര്യങ്ങളും വിദ്യാലയങ്ങളിൽ സ്മാർട്ടാക്കുന്നു. പക്ഷേ അവർ വരുന്ന സാഹചര്യം വളരെ ശിഥിലമാണ്, അല്ലെങ്കിൽ ഒട്ടും അടിസ്ഥാന സൗകര്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ആ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ഇവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാന ലക്ഷ്യമായ സമഗ്ര വികസനം കൈവരിക്കാൻ സാധിക്കില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടിയും വരുന്ന സാഹചര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കൊച്ചിയിൽ വന്നിട്ട് ഇപ്പോൾ 12 വർഷമായി. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ, ഞാനൊരു ക്ലാസ് ടീച്ചറായിട്ട് ആയിരുന്ന സമയത്ത്, അധ്യാപികയായിട്ട് വന്ന സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കാൻ പോയി. അപ്പോൾ ഈ ചെല്ലാനം പഞ്ചായത്തിൽ നിന്ന് ഒത്തിരി കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പശ്ചിമ കൊച്ചിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയയാണ് ചെല്ലാനം പഞ്ചായത്ത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. അതായത് ഒത്തിരി കുട്ടികൾ അന്തി ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിൽ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും വരുന്നത് കണ്ടു. അപ്പോൾ അത് എൻ്റെ ഉറക്കം കെടുത്തി എന്നുള്ളതാണ്. കാരണം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ, സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് മഴയാണെങ്കിൽ അന്ന് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ മഴയില്ലാത്ത ചൂട് സമയത്ത്, കാരണം ഈ ഫ്ലെക്സ് ബോർഡുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ട് കിടക്കുന്ന ചെറിയ ചെറിയ ഷെഡുകൾ പോലെയുള്ള അവസ്ഥയിൽ കിടക്കുന്നു. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ കൊതുകെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ചൂട് കാലത്ത് കൊതുകിൻ്റെ പ്രശ്നം, മഴക്കാലത്ത് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഈ പറയുന്ന മാതിരി ചോർച്ചയൊക്കെ ഉള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അത് തന്നെയല്ല, മദ്യപാനികളായിട്ടുള്ള അവരുടെ പിതാക്കന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് ഡ്രങ്ക് അഡിക്റ്റുകളുണ്ടെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് എന്നൊരു സത്യം കൂടി ഞങ്ങൾ തിരിച്ചറിയുകയുണ്ടായി. അപ്പോൾ ഇവരെ നമ്മൾ ചുമ്മാ പറഞ്ഞ് കുടിക്കരുത്, വലിക്കരുതെന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. അവരായിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ആ സാഹചര്യം മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഇതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നത്തോടു കൂടിയാണ് ഞങ്ങൾ ഹൗസ് ചാലഞ്ച് ആരംഭിച്ചതെങ്കിലും ഈ പ്രക്രിയയിലൂടെ ഞങ്ങൾ നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ആ കുടുംബങ്ങളിലുള്ള കുടുംബനാഥന്മാരെ ഞങ്ങൾ മനസ്സ് മാറ്റി മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞങ്ങൾ നോക്കും. സോ അതിൻ്റെ അർത്ഥം എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഒരു സാമൂഹ്യ പരിവർത്തനം നമുക്കങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ വിദ്യാലയത്തിൽ നിന്നും ആരംഭിച്ച കൊച്ചു കുട്ടികളുടെ പോക്കറ്റ് മണിയിൽ നിന്നും ആണ് ഇത് ആരംഭിച്ചത്. പിന്നീട് ഈ ഹൗസ് ചാലഞ്ച് എന്നതിൻ്റെ ആശയം സമൂഹം തന്നെ ഏറ്റെടുക്കുകയും സമൂഹത്തിൽ നാനാ തുറകളിലുള്ളവർ ഇതിൽ പങ്കാളികളായി. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ ഏറ്റവും താഴ്ന്ന തട്ടിൽ കൂലിപ്പണിക്കാർ മുതൽ വലിയ വ്യവസായികൾ വരെയും ഈ ഹൗസ് ചാലഞ്ചിൽ പങ്കാളികളാണ്. അപ്പോൾ അവരവർക്കുള്ളത് അവരവർ ചിലപ്പോൾ ഒരു ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കളക്ടർ അങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥാനം വഹിക്കുന്നവർ അവർ ഇടപെടാനുള്ളൊരു കഴിവ് അവരിതിലേക്ക് ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇടപെട്ടുകൊണ്ട് നമുക്കിതിൻ്റെ റിസോഴ്സ് കണ്ടെത്താനായിട്ട് അവർ സഹായിക്കുന്നു. ജോലി ചെയ്യാൻ കഴിവ് ഒത്തിരി സ്കിൽഡ് ലേബേഴ്സ് നമുക്ക് ഈ പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തിയിട്ട് അവരുടെ സ്കില്ല് നമ്മൾ റിസോഴ്സായിട്ട് ഇതിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കുന്ന സുമനസ്സുകൾ അത് ചെയ്യുന്നു. വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ അധ്യാപകർ ഇവരൊക്കെ ഇതിൽ പങ്കാളികളാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ ബർത്ത്ഡേ ആഘോഷങ്ങൾ വരുമ്പോൾ കുട്ടികൾ ആ സ്വീറ്റ് വാങ്ങുന്ന പൈസ ഭവനരഹിതർക്ക് വേണ്ടി നിക്ഷേപിക്കുന്നു. അതുപോലെ അധ്യാപകരായാലും അവരുടെ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഒരു പിടി അല്ലെങ്കിൽ ഒരു അംശം ഭവനരഹിതർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ഒരു ജീവിത ശൈലിയായിട്ട് മാറി പങ്കുവയ്ക്കൽ.
അപ്പോൾ പങ്കുവെക്കലിലൂടെയും കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് ഭവനരഹിതരില്ലാത്തൊരു സമൂഹം പടുത്തുയർത്താൻ സാധിക്കൂ എന്ന ലക്ഷ്യം ഞങ്ങൾ ഈ ഹൗസ് ചാലഞ്ച് പദ്ധതിയിലൂടെ അനുഭവിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് ഒത്തിരി ആത്മവിശ്വാസം കിട്ടി. കാരണം 180ഓളം വീടുകൾ ഇപ്പോൾ ഞങ്ങൾ നിർമ്മിച്ച് ഒരു 170 വീടുകളോളം കൈമാറി. ഇനി ഒരു 10 വീടിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നത് സമൂഹത്തിൽ നാനാ തുറകളിലുള്ള സുമനസ്സുകൾ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ്. അപ്പോൾ ഒരു വിദ്യാലയം ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആശയത്തിന് രൂപം നൽകി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ വലിയൊരു പിന്താങ്ങൽ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടായി. പിന്നെ മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മീഡിയ പേഴ്സൺസാണ്. മീഡിയ ഈസ് എ ഗ്രേറ്റ് റിസോഴ്സ് ഫോർ അസ്. കാരണം മീഡിയയിലൂടെയാണ് ഇത്രയും അധികം സുമനസ്സുകളിലേക്ക് ഈ സദ്വാർത്ത അറിയിക്കാനും ആ സദ്വാർത്ത മനസ്സിലാക്കാനും അതിൻ്റെ ക്രെഡിബിലിറ്റി തിരിച്ചറിയാനും സാധിച്ചത്. അങ്ങനെ ഒത്തിരി പേര് ഇതിൽ പങ്കാളികളാവാനായിട്ട് ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ട് മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും കരുണ പറ്റാതെ നന്മ പറ്റാതെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും കരുണയുടെ ഒരു അനുഭവമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ ഇതിൽ കണ്ടത് കുതിരക്കൂർ കരി എന്ന് പറയുന്ന ചെല്ലാനം പഞ്ചായത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 1-ാം വാർഡാണത്. അവിടെ 72ഓളം ഫാമിലി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കോവിഡ് വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഒരു വർഷത്തേക്ക് 72 കുടുംബങ്ങളെ ദത്തെടുത്ത് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും അവർക്ക് ആദ്യത്തെ ഒരു വർഷം അവശ്യ സാധനങ്ങൾ സുമനസ്സുകളുടെ സഹകരണത്തോടെ എത്തിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ഒരു നല്ല കൂട്ടായ്മയായിട്ട് രൂപീകരിച്ച് അവരുടെയൊക്കെ ഭവനങ്ങൾ വളരെ ശിഥിലമായി കിടക്കുന്ന ഒരവസ്ഥ, താമസയോഗ്യമല്ലാത്ത ഒരവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ ഈ വർഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ വീടുകൾ പുനർനിർമ്മിക്കുക. അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഗ്ലോബൽ എന്ന് പറയുന്ന റോട്ടറി ക്ലബ്ബാണ്. അവർ ഞങ്ങൾക്കൊരു 25 വീട്, അവരുടെ ഒരു സ്വപ്ന വീട് എന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൂടെ ഒരു 25 വീടുകൾ നിർമ്മിക്കാൻ വേണ്ട മെറ്റീരിയൽസ് അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ മറ്റു കാര്യങ്ങൾ നമ്മൾ മറ്റു സുമനസ്സുകളിൽ നിന്നും കണ്ടെത്തുന്നു. അതുപോലെ നിർമ്മാണ ചുമതല ഞങ്ങൾ അവിടെ തന്നെയുള്ള 72 കുടുംബങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ആ കൂട്ടായ്മയിൽ നിന്നും നല്ല എക്സ്പേർട്ടായിട്ടുള്ള മെയ്സൻസ്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻസ്, ടൈൽ പണിക്കാർ, അങ്ങനെ ടീമായിട്ട് രൂപീകരിച്ച് കാർപ്പൻറ്റേഴ്സ് അവരെ കൊണ്ട് തന്നെ ഇതിൻ്റെ ലേബർ ചെയ്യിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വിപ്ലവകരമായിട്ടുള്ള ഈ ഹൗസ് ചാലഞ്ച് എന്ന മുന്നേറ്റം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 ഇയർ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ കുതിരക്കൂർ കരി കളത്തറ ഏരിയയാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞില്ലേ സമൂഹത്തിൽ മാറ്റം വരുത്താനായിട്ട് ഞങ്ങൾ ഇപ്പോൾ മദ്യപാനം കൊണ്ടും മയക്കുമരുന്നും കൊണ്ടും ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ അവിടെ ഇരയായിട്ടുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ മദ്യപാനി അല്ലെങ്കിൽ ഒരു മോൻ കഞ്ചാവിന് അടിമയാവുന്നു അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാന്ന് പറഞ്ഞ് സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഞങ്ങൾ കണ്ടു. പക്ഷേ ആ കുടുംബത്തിലെ അമ്മയും മറ്റു പെൺകുട്ടികളും നിരപരാധികളാണ്. അവർക്ക് ചിലപ്പോൾ ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞുകൊണ്ട് കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി ദയവോടുകൂടി നമ്മൾ അവരെ കരുതലോടുകൂടി ചേർത്ത് പിടിക്കുമ്പോൾ ആ വ്യക്തികളിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇതിൻ്റെ ഭാഗമാണ്. അതായത് മയക്കുമരുന്നിനും അതുപോലെ തന്നെ മദ്യത്തിനും അടിമയായി ഇരയായി അവരെ പുനരുദ്ധരിക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഭിന്നശേഷിയുള്ളവരെ ശേഷിയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭിന്നശേഷിയുള്ള കുട്ടികളുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു. പിന്നെ വിഡോസ് വിത്ത് ഗേൾ ചിൽഡ്രൻ ഇവർക്കൊക്കെയാണ് ഞങ്ങൾ ബെനിഫിഷ്യറീസായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നാളിതുവരെ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. നാളിതുവരെ ഈ കരുണ പറ്റാത്ത ഒരു ഇതായിട്ട് ഈ നീർച്ചാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സഹകരിക്കുന്ന എല്ലാ നല്ല സുമനസ്സുകളെയും ഞങ്ങൾ കൃതജ്ഞതയോടുകൂടി ഓർക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് സന്തോഷം എന്തെന്ന് പറഞ്ഞാൽ ഹൗസ് ചാലഞ്ച് എന്ന് പറയുന്നത് ചെയ്യുകയല്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇതൊരു മാർഗ്ഗനിർദ്ദേശം പോലെ ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കുകയാണ്. ഇത് സാധിക്കും, കൂട്ടായ്മയിലൂടെയും പങ്കുവയ്ക്കലിലൂടെയും നമുക്ക് നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾ കാണുന്നതെന്ന് വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ സംഘടനകൾ, മതപരമായിട്ടുള്ള സംഘടന എല്ലാവരും ഇപ്പോൾ ഹൗസ് ചാലഞ്ച് പോലെ തന്നെ ഭവന നിർമ്മാണം ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ജനകീയമായി ഈ സംഭവം ഭവനരഹിതരില്ലാത്ത കേരളത്തിന് നാനാ തുറകളിലുള്ളവരും ഇതിൽ പങ്കാളികളായിക്കൊണ്ട് ഈ പ്രോസസ്സ് ഇപ്പോൾ അവർ ഏറ്റെടുത്ത് ഇത് വിജയിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതിന് തെളിവാണത്. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇപ്പോൾ ഈ ഭവന നിർമ്മാണം നിസ്സാരവൽക്കരിക്കാനായിട്ട് ഈ ഹൗസ് ചാലഞ്ചിന് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിലേറെ സുമനസ്സുകളോട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മീഡിയ പേഴ്സൺസ്, മീഡിയ ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ അതുപോലെ തന്നെ വിമർശനം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ കൂടെ ഒരുപാട് നല്ല മനസ്സുള്ള മീഡിയക്കാർ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. ഈ മാധ്യമങ്ങളിലൂടെയുള്ള
ആ ഒരു പവർ എന്ന് പറയുന്നത് വളരെ, കാരണം എനിക്ക് ഇവിടെ ഞാനൊരു പ്രിൻസിപ്പളാണ് ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂളിൽ. ആ സമയത്ത് എനിക്ക് ഓരോ സ്ഥലത്ത് പോകാനോ എടുക്കാനോ പറ്റില്ല. അപ്പോൾ ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് മാസ് മീഡിയയിലൂടെ എത്തിക്കുന്നത് എൻ്റെ ഈ സുമനസ്സുകളായിട്ടുള്ള മീഡിയ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം അവരുടെ ഒരു സഹകരണവും സപ്പോർട്ടും പ്രോത്സാഹനമാണ് ഹൗസ് ചാലഞ്ചിനെ ഇന്ന് ഇത്രയും അറിയപ്പെടുന്ന ഒരു മുന്നേറ്റമായിട്ട് മാറ്റിയത്.